കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് ഞങ്ങൾ നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 3 ആഴ്ചത്തോളമായി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്തുകൊണ്ട് എന്ത് രസമാണ്, എല്ലാം ചെറുതായി നിന്ന് പ്ലാന്റ്സ് മൊത്തം വലുതായി. ഈ സൈഡിലൊന്ന് പോവാ, ഇവിടെ നമ്മളുടെ സൺഫ്ലവർ നട്ടിട്ട് പോയതാ. അത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പോയപ്പം. ഇപ്പൊ കണ്ടോ എൻ്റെ കയ്യിനേക്കാളും വലുപ്പമായി ഓരോ ഇലയ്ക്കും. നമുക്ക് ഇത് ഏകദേശം എൻ്റെ കൊക്കോ ആറായി, 6 അടിയുടെ അടുത്ത് എത്താറായി ഇതെല്ലാം തന്നെ. ഇത് ചെറുതാ, പക്ഷെ അതൊക്കെ വലുതായി തുടങ്ങി നന്നായിട്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലാണെങ്കിലും നമ്മൾ നട്ടിട്ട് പോയ ഇങ്ങോട്ട് ബ്ലാക്ക്ബെറി ഒക്കെ കാണിച്ചില്ല. ഇതുണ്ട്, നമ്മുടെ ബ്ലാക്ക്ബെറി എല്ലാം റൈപ്പ് ആകാൻ തുടങ്ങി. ഇത് ആദ്യം ഒരു ഗ്രീൻ സ്റ്റേജ് ആണ്. ഇതുണ്ട്, ഇതുപോലെ ഗ്രീൻ ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് ഇതുണ്ട് റെഡ് ആകും. അത് കഴിഞ്ഞ് അങ്ങ് പഴുത്ത് കഴിയുമ്പോൾ നല്ല ഡാർക്ക് ബ്ലാക്ക്, ഒരു ഡാർക്ക് ബ്ലൂ, പർപ്പിൾ കളറാണ്. നമ്മൾ ടൊമാറ്റോ എല്ലാം നട്ടിട്ട് പോയി. ഇതിൻ്റെ അകത്ത് വെള്ളം നന്നായിട്ട് ഇറങ്ങുന്നില്ല. അതുകൊണ്ട് കോമ്പോസ്റ്റ് നമ്മൾ ഇട്ട്, അതുകൊണ്ട് വെള്ളം ഇറങ്ങുന്നതിൻ്റെ ഒരു പ്രശ്നം കാരണം ഇത് ലീവ്സ് അത്ര അങ്ങോട്ട് സ്ട്രോങ് ആയില്ല. പക്ഷെ എന്നാലും ഉണ്ട്, ഇവിടെ പൂവിട്ട് തുടങ്ങി. ടൊമാറ്റോ എല്ലാം പൂവിട്ട് തുടങ്ങി. അത് നോക്കിക്കേ, അതെന്തായിരുന്നു, സുക്കീനി ആയിരുന്നു. അതെ, ആ സുക്കീനി ഉണ്ടോ, ഓൾറെഡി ഫ്ലവർ ചെയ്തു. ഇനിയിപ്പം സുക്കീനി ഉണ്ടാകാനുള്ള സ്റ്റേജിലായി. ഒരു കുഞ്ഞ് സുക്കീനി ബേബി ഉണ്ട്. അതുണ്ടോ പിന്നെ ഈ സൈഡിൽ നമ്മൾ കുറേ നട്ടിരുന്നത് ടൊമാറ്റോ ആണ് ആൻഡ് മെയിൻലി സ്റ്റാർട്ട് ചെയ്തത്. ഇതെന്താന്ന് പറഞ്ഞ്, ഇതൊക്കെ എന്താ, സ്വിസ് ചാർഡ്. നമുക്കിവിടെ മുളകുണ്ട്, പെപ്പർ. സ്റ്റാൻഡേർഡ് ഇച്ചിരി കൂടെ ചൂടാണ്, നമുക്കങ്ങ് ചൂടായി തുടങ്ങിയില്ല. 80 degrees ഒക്കെ എത്തുന്നതേ ഉള്ളൂ. സ്വീറ്റ് പൊട്ടാറ്റോന്റെ നമ്മൾ വെറുതെ വെച്ചിട്ട് പോയതല്ലേ. പിന്നെ ഇവിടെയും നമുക്ക് സ്വിസ് ചാർഡും. ഇതെന്താ ഈ ഫ്ലവർ ചെയ്യുന്നത്? അല്ല സോറി, അത് ഏതാണ്ട് ഒരു മെലനാ, ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ പലതരം ഐറ്റംസ് നട്ടിട്ട് പോയായിരുന്നു, അപ്പോൾ ഏതാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അവിടെ നമ്മൾ മേടിക്കുന്ന ഒരു ഉള്ളി, കടയിൽ നിന്ന് മേടിച്ച ഒരു ഉള്ളി, ചെറുള്ളിയാണെന്ന് തോന്നുന്നത്, മറ്റേ ഷാലറ്റ്സ്, അത് മുളയ്ക്കാൻ തുടങ്ങിയപ്പം അത് വെറുതെ അങ്ങ് കുത്തി വെച്ചിട്ട് പോയതാണ്. നമ്മളിതിൻ്റെ ഇടയ്ക്കോടെ നാട്ടിൽ പോയ സമയത്ത് നമ്മൾ പോകുന്നതിന് മുന്നേ ഡ്രിപ്പ് ഇറിഗേഷൻ ലൈൻ ഇട്ടായിരുന്നു. എന്നിട്ട് ഈ കാണുന്ന ലൈന്, എന്നിട്ട് ആ ലൈനിനെ പലയിടത്തും തുളച്ചിട്ട് പോയി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് ഓണായി കഴിയുമ്പോൾ മൊത്തം സ്പ്രേ ചെയ്യും. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്തത്. ഡ്രിപ്പ് ഇറിഗേഷൻ ലൈനിൻ്റെ പിന്നെ നമ്മൾ ഒരു സ്പ്രിങ്ക്ലർ ഹെഡും വെച്ചു. പക്ഷേ അതിനേക്കാൾ എഫക്റ്റീവായിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഒരു മുട്ട സൂചിയും കൊണ്ട് തുളയ്ക്കുന്നതായിരുന്നു ആ ലൈന്. അപ്പോൾ നമ്മൾ അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ അവിടെ നമ്മുടെ സൺഷോക്ക് ഒരു ഫോറസ്റ്റ് പോലെ ആയി തുടങ്ങി. നമ്മൾ 3 ബാച്ചായിട്ട്, ഒന്ന് ഈ സൈഡിൽ, മറ്റേത് അവിടെ, അത് കഴിഞ്ഞ് മൂന്നാമത്തത് നമ്മൾ അവിടെ ഒരു ഏരിയയിൽ, എന്നിട്ട് ആ കാണുന്ന ഒരു ഏരിയയിൽ മൊത്തം നമ്മൾ നട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡാലിയായിരുന്നു നട്ടിരുന്നത്. ഇതെല്ലാം ചെറുതായിരുന്നു. ഇതുണ്ട്, ഇതിലും ചെറുതായിരുന്നു നമ്മൾ പോയ സമയത്ത്. തിരിച്ച് വന്നപ്പോഴത്തേക്കും നല്ല ഹൈറ്റും വെച്ചു. പിന്നെ ഇതുണ്ട്, പൂ ഓൾറെഡി ബ്ലൂം ചെയ്തു. ഞാൻ തിരിക്കുന്നില്ല, ചിലപ്പോൾ ഒടിയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പൂവെല്ലാം ബ്ലൂം ചെയ്ത് തുടങ്ങി. ഇത് പല വെറൈറ്റി, നമ്മൾ സീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതും പിന്നെ നമ്മൾ ഈ ട്യൂബേഴ്സ് വെച്ചതുമുണ്ട്, അടിയിൽ കിഴങ്ങ് നമ്മൾ നട്ടതുമുണ്ട്. പിന്നെ അത് കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കൂടെ മൊത്തം നമുക്ക് നാട്ടിലെ ചുമലച്ചീരയാണ്. അതിൻ്റെ അരി നമ്മൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ലൊക്കേഷനിൽ നമ്മൾ സോയിലെടുത്ത് മാറ്റി വെച്ചപ്പം ആ സോയിലിൽ നിന്ന് വന്നതാണ് ഇത് മൊത്തം. അപ്പം ഈ കാടിൻ്റെ മേലെ അതങ്ങ് നിൽക്കട്ടെ എന്നങ്ങ് വിചാരിച്ചു. അടി മൊത്തം കാടാണ്. കാരണം നമ്മൾ കോഴിയെ അഴിച്ചു വിടുമ്പം കോഴി പോയി ഇവിടുത്തെ പുല്ലിൻ്റെ അരി മൊത്തം തിന്നും. എന്നിട്ട് നമ്മൾ കോമ്പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത്, ചിക്കൻ മെനൂറിൻ്റെ കോമ്പോസ്റ്റിൻ്റെ അകത്ത് മൊത്തം ഇതിൻ്റെ അരിയാണ്. അപ്പം കാട് വേഗം വളരും. പക്ഷെ നമ്മൾ അതിലും വേഗം വളരുന്ന ചെടി ഇട്ട് കഴിഞ്ഞാൽ അടി നിന്നോളും, വലിയ കുഴപ്പമില്ല. സോയിൽ അങ്ങനെ പെട്ടെന്ന് ഡ്രൈ ഔട്ട് ആവുകയില്ല. പിന്നെ ഇവിടെ നമ്മൾ കെയിലൊക്കെ നട്ടായിരുന്നു. നമ്മൾ ഗ്രോ ബാഗിലാണ് നട്ടത്, മാറ്റി വെക്കാമെന്നും കൊണ്ട്. പക്ഷേ അത്ര അങ്ങോട്ട് ശരിയായില്ല. എന്തോ ഒരു മോത്ത് ബഗോ ഏതാണ്ട് ഒരു സാധനം വന്ന് കഴിക്കുന്നുണ്ട്. വേമാണോ എന്തോ ഒരു സാധനം വന്ന് അതിൻ്റെ എല്ലാം ലീഫ് കഴിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം രാവിലെ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ നമ്മൾ പാഷൻ ഫ്രൂട്ട്, നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ പ്ലാന്റ്, അത് നമ്മൾ ചട്ടിയിലോട്ടാക്കിയിട്ട് ഈ കൊല്ലം പുറത്ത് വെച്ചിരിക്കുകയാണ്. ഡാലിയയിലോട്ട്. ഇനി ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ചിക്കൻ കൂപ്പിൻ്റെ മേലോട്ട് നമ്മൾ കയറ്റി വിട്ടായിരുന്നു. അപ്പോൾ ഈ കൊല്ലം അതുപോലെ തന്നെ ചെയ്യണമെന്നും കൊണ്ടാണ്. അപ്പോൾ നമ്മളിത് മാറ്റി വെക്കുന്നുണ്ടോ, ചട്ടിയിൽ എടുത്ത് മാറ്റുമോ? ഇത് എന്തുകൊണ്ട് ഇവിടെ വെച്ചതെന്ന് വെച്ചാൽ സ്പ്രിങ്ക്ലർ തൊട്ടെടുത്തുണ്ടല്ലോ. നാട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സ്പ്രിങ്ക്ലർ ഹെഡ് ഉണ്ട്, ഇത് ഈ ഏരിയയിലായിട്ട്. അപ്പം എല്ലാം ഒന്ന് നനയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഫ്രണ്ട്സിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷെ എന്നാലും അവർക്ക് എല്ലാ ദിവസവും വന്ന് ചെയ്യാൻ പറ്റിയല്ലോ, അതുകൊണ്ട് ഞങ്ങളത് ഓട്ടോമേറ്റ് ചെയ്തു പരമാവധി. പിന്നെ ഇവിടെയൊക്കെ ഡാലിയ ഫ്ലവർ ഇട്ടുന്നുണ്ട്. ഇതൊരു ഡാർക്ക് ഡീപ്പ് റെഡോ, ഇതെന്നതാ ഇതിൻ്റെ കളർ? മിഡ് നൈറ്റ് പർപ്പിൾ എന്തോ ഒരു കളർ, എനിക്കറിയില്ല ഇതിൻ്റെ കളർ എന്താണെന്ന്. പലതും നമ്മൾ ഇവിടുന്ന് നാച്ചുറലി പോളിനേറ്റഡ് ആയത് കാരണം സീഡ്സിൽ നിന്ന് തുടങ്ങുമ്പം വെറൈറ്റി വ്യത്യാസം വരും. പിന്നെ നമുക്ക് ലെമൺ ഗ്രാസ് ഉണ്ട്,
പ്ലമേറിയ. ഇത് ചെമ്പകമല്ലേ. പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ കുറെ സ്റ്റാർട്ട്സ് നമ്മൾ തുടങ്ങി വെച്ചത് ഒന്നും ക്ലീൻ ചെയ്തില്ല, ഒന്ന് പ്ലാൻ ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എല്ലാം സ്പ്രിങ്ക്ലറിൻ്റെ അടുത്ത് വെള്ളം കിട്ടുന്ന പോലെ വെച്ചിട്ടാണ് പോയത്. ഇവിടെ നമ്മളൊരു ചട്ടിയിൽ ഇതൊന്ന് നേരെയാക്കാം. ഇത് നമ്മുടെ ഗ്രേപ്സ് ആണ്. ഈ ചട്ടിക്ക് തുളയിടാൻ മറന്നു പോയതാണ് നമ്മളിത് ചെരിച്ച് വെച്ചിട്ടാണ് പോയത്. ഏതായാലും ഗ്രേപ്സും തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നെടുത്ത് ഒരു പെർമനൻറ്റ് ലൊക്കേഷനിലേക്ക് നമുക്കൊന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഇത് വേറെ ഒരെണ്ണം നന്നായിട്ട് വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത് കയറി തുടങ്ങി. ഇനി ആക്ച്വലി ഇതുണ്ട്, ഇവിടെ ഓൾറെഡി പിടിച്ചു. എന്തേലും ഇതേതായിരുന്നു നമുക്കൊരു അതാ ഗ്രേപ്സ് ഉണ്ടായി തുടങ്ങി. ഇതല്ലേ, ഇതുണ്ടോ, നമ്മൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു ഗ്രേപ്സ് തുടങ്ങിയത്. ഇതുണ്ടോ, ഇവിടെ ഇതിൽ എട്ടുകാലി ഉണ്ട്. എട്ടുകാലി നിൽക്കട്ടെ, അല്ലെങ്കിൽ ബഗ്സ് വന്ന് വരാൻ തുടങ്ങും. ഇതുണ്ടോ, ഇത് ഉണ്ടായി തുടങ്ങി. ഇത് എനിക്കൊന്നും ഇത് ഗ്രീൻ ഗ്രേപ്പ് വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല, ഞാൻ ഓർക്കുന്നില്ല. പീസ് നട്ടത് നമ്മൾ അത്ര സക്സസ്ഫുൾ ആയില്ല, പക്ഷെ എന്നാലും ഇതാ പോഡ് വരുന്നുണ്ട്. അത് ഏതായാലും സീഡിന് വേണം. അപ്പോൾ അരി ഇടാനേ പറ്റുള്ളൂ, അല്ലാതെ രക്ഷയില്ല. അത് കാരണം വിചാരിച്ച അത്രയും നന്നായിട്ട് ഉണ്ടായില്ല. ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി ഇവിടെ തന്നെ ഉണ്ട് അത്യാവശ്യം. പിന്നെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യുന്നവർ ഇത് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് വെജിറ്റബിൾ ഇവിടെ തന്നെയാണ്. ഇത്തേലൊക്കെ തുള വരുന്നുണ്ട്, അത് കാണാൻ പറ്റും. അതെ, നമ്മളൊന്നും സ്പ്രേ ചെയ്യുന്നില്ല, എല്ലാം നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് വരുന്ന കാരണം എന്തെങ്കിലുമൊക്കെ വന്ന് കഴിച്ചെന്നിരിക്കും, സാരമില്ല. നമുക്ക് കഴുകിയെടുത്ത് നമ്മൾ കുക്ക് ചെയ്യുന്ന കാരണം ഇല ഇച്ചിരി അരിപ്പ് പോലെയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ആ സൈഡിലേക്ക്, കോഴിക്കോടിൻ്റെ സൈഡിലേക്ക് അടുത്ത് വരുന്നതെല്ലാം കോഴികൾ അവിടെ നിന്ന് ട്രിം ചെയ്ത് തരുന്നുണ്ട്. ഈ ഒരു സ്വിസ് ചാർട്ട് ഹാർവെസ്റ്റ് ചെയ്യാം. കുറേയൊക്കെ ബ്രോക്കൺ സ്റ്റെംസ് ഉണ്ട്, അതൊക്കെ എടുക്കാം ആദ്യം. നമ്മളിത് കൊണ്ട് എന്താ ഉണ്ടാക്കുന്നത്? തോരനാണോ? മറ്റേ ക്ലിപ്പേഴ്സ് കാണാനില്ല, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാം. നല്ല ലോങ് സ്റ്റെം, അത് നല്ല ചുമന്നിരിക്കുന്നുണ്ടോ. പിന്നെ നമുക്കിവിടെ ഒരു ഗുണമുണ്ട്, കോഴികൾ തന്നെ ഇത് ഫെർട്ടിലൈസ് ചെയ്യുന്ന കാരണം നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് എഫർട്ട് എടുക്കേണ്ട കാര്യമില്ല. അവർ കോഴിക്കോടിൻ്റെ ആ സൈഡിൽ നിന്ന് ഇവിടെ നെറ്റാണല്ലോ ഇട്ടിരിക്കുന്നത്, ചിക്കൻ വയർ നെറ്റായിട്ടിരിക്കുന്നത്. അവർ അവിടെ നിന്ന് ഉള്ള ഫെർട്ടിലൈസർ മൊത്തം ചകഞ്ഞ് അവരുടെ ചിക്കൻ മെന്യൂർ എല്ലാം കൂടെ ചകഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇട്ടോളും. അപ്പോൾ ഫിൽറ്റർ ചെയ്ത് ഈ സ്ക്രീനിൻ്റെ ഇടയ്ക്കിടെ ഫിൽറ്റർ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യമില്ല, തന്നെത്താൻ നാച്ചുറലി ഫെർട്ടിലൈസ്ഡ് ആവും. അതുകൊണ്ടാണ് ഇത്രയും ലഷായിട്ട് വളരുന്നത് തന്നെ. എന്ത് തിക്കായിട്ടാണ്. എവിടെയാ ഇത്? റാഡിഷ് ആണ്. റാഡിഷിന്റെ താഴ്ഭാഗം കണ്ട ഞെട്ടിപ്പോവും, ഭയങ്കര വലുതായി. അതാ വലുതായി. അയ്യോ, എന്താ നമ്മൾ ഒരു റൗണ്ട് കഴിഞ്ഞ തവണ പോകുന്നതിന് മുമ്പേ ഹാർവെസ്റ്റ് ചെയ്തായിരുന്നു. ഇനിയിപ്പം നമുക്ക് ഇത് റെഡ് ചാർഡ്, ഇത് യെല്ലോ ചാർഡ് ഇച്ചിരി കുഞ്ഞിതാണ്, അതിന് സൺലൈറ്റ് കിട്ടാത്തതുകൊണ്ട് അത് ഇത്രയും വലുതായില്ല. ഓക്കെ, എന്നാൽ പിന്നെ മൂവിങ് ഓൺ. ഓ, ഇത് കണ്ടോ, ഇത് നമ്മുടെ നോർമൽ ഗ്രീൻ ചാർഡ്. Not that beautiful. ഇത് കണ്ടോ, ഏതാണ്ട് എൻ്റെ കാഷ്ടം, വേർമിൻ്റെ കാഷ്ടം എന്ന് തോന്നുന്നു. നമുക്കിവിടെ പുഴുണ്ട്, അത് സാരമില്ല. പുഴു പുഴു ഇരിപ്പുണ്ടോ? ഓ നോ, അത് അല്ലല്ല, ഇതല്ലേ ഇരിക്കുന്നത്. ഏതാ ഈ ഇരിക്കുന്ന പുഴുവല്ലേ ഇത്? ഇതല്ലേ ഇരിക്കുന്നത്? ഇതുണ്ടോ ഈ പച്ച? I can't see it. ഈ സാധനം. Oh my gosh. എനിക്കത് കാണത്തില്ലായിരുന്നു, അതാണ് പുഴു. ആ പുഴുവിന്റെ കാഷ്ടമാണ് നമ്മൾ ഇവിടെ. അതിനെ എടുത്ത് നമുക്ക് കോഴിക്ക് ഇട്ടാലോ? ഇല്ല, ഇത് മൊത്തം ഇട്ടുണ്ട്, ആ സാധനം മാത്രം ഇട്ടാൽ മതി. പിന്നെ പോരാത്തന്നെ സ്നെയിലും ഇടയ്ക്കവിടെ വന്ന് കഴിക്കുന്നുണ്ട്. ഇതുണ്ടോ, സ്നെയിലും കഴിക്കുന്നുണ്ട് അവിടെ. ആയിരിക്കുന്ന സാധനമാണ് സ്നെയിൽ, ഇതിൻ്റെ ഇപ്പുറത്തെ പുഴു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഇല്ലാതെ ഒന്നും കിട്ടിയല്ല, പക്ഷേ അത് കഴിക്കുന്നത് ഇത് നമ്മൾ നാച്ചുറലി 100% ഓർഗാനിക് ആയിട്ട് വേറെ ഒന്നും ഇടാതെ വളർത്തി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. ഇത് പുഴു കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പുഴു കഴിച്ചിട്ട് പുഴു ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ജീവിച്ചിരിക്കുന്നുള്ളതാണ്. അതാണ് നമ്മുടെ കോൺസെപ്റ്റ് ഇപ്പം. ഈ ഒരു ലാസ്റ്റ് ചാർഡ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാണ്. കൂടുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മിക്കവാറും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് സൂപ്പർ ലോങ്, സ്റ്റെമ്മിന് രസമാണ്. ഇതിൻ്റെ ഒരു യെല്ലോ വെറൈറ്റി ഉണ്ട്, അതാ മറ്റേ റേസ് ബെഡിനകത്ത് നട്ടിട്ടുണ്ട്. ഇനി യെല്ലോ സ്റ്റെമ്മുള്ള നമ്മൾ ഇവിടെ നട്ട യെല്ലോ അത്രയാണ് സക്സസ്ഫുൾ ആയില്ല. കാരണം ബാക്കിയുള്ള ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരെണ്ണം കണ്ടില്ലായിരുന്നു. അതെ, സൺലൈറ്റ് കിട്ടുന്നില്ല, ബാക്കി എല്ലാം കൂടെ അങ്ങ് ടേക്ക് ഓവർ ചെയ്തു. അപ്പം നമ്മൾ ഇത്രയും ഇത് തിക്കായിട്ട് വളരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മൾ പോയ സമയം കൊണ്ട്. ഏതായാലും ഇത് നന്നായിട്ട് വളർന്നു. അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ വെജിറ്റബിൾസ് തൽക്കാലത്തേക്ക് പറിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ ചൂടാകുമ്പോഴത്തേക്ക് ഇത് പോകുമോ, എങ്ങനെയാ? ഇല്ല, ചൂടാകുമ്പോൾ ഇതൊക്കെ നിൽക്കുന്നോളൂ, പക്ഷേ അത്രയൊന്നും വളരില്ല. ഇത് കോ ക്രോപ്സ് ആയതുകൊണ്ട് നമുക്കിവിടെ ഇഷ്ടം പോലെ സിനിയ ഇതുണ്ട്, വെറുതെ കിടന്ന് മുളയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇവിടെ നമുക്ക് ഈ ബെഡിൻ്റെ അകത്തോടെ സിനിയ ഉണ്ടായിരുന്നു.
അവിടെ നിന്നൊക്കെ അരി പുറത്തേക്ക് വീണിട്ട് മുളക്കുന്നത്. ഈ കാട് പോലെ നിൽക്കുന്നത് മൊത്തം മിൻറ്റാണ്. അത് മൊത്തം ഓവർ വിൻ്റർ, അതിൻ്റെ റൂട്ട്സ് അടിക്കണം, ഓവർ വിൻ്റർ ചെയ്തിട്ട് തിരിച്ച് പൊങ്ങി വന്നതാണ്. പിന്നെ ഇതുണ്ട്, ഇപ്പോൾ നമ്മൾ പുല്ല് വെട്ടിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 3 ആഴ്ചത്തോളമായി. അതുകൊണ്ട് കാട് നന്നായിട്ട് വരുന്നുണ്ട്. കണ്ടോ, കാട് നന്നായിട്ട് പൊങ്ങി. ഇതുണ്ട്, ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സെനിയയും പൊങ്ങി വരുന്നുണ്ട് കാടിൻ്റെ ഇടയ്ക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് പോയി കാട് പറിക്കണം. കോഴികളെ വിട്ട് കഴിഞ്ഞാൽ അവർ മിക്കവാറും എല്ലാം തിന്നും. അതുകൊണ്ട് നമുക്ക് കാട് മാത്രം പറിക്കണം. ഇത് വേറൊരു വെറൈറ്റി സൺഫ്ലവർ നമ്മളിവിടെ നട്ടായിരുന്നു, അപ്പോൾ അതാ പൊങ്ങി വരുന്നത്. പിന്നെ ഇവിടെയും ഫുള്ള് കാടാണ്. ഇത് പൊട്ടാറ്റോ ഉണ്ട് നമുക്ക്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ സിനിയയും ടൊമാറ്റോ ഒക്കെ വളരുന്നുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് എങ്ങനെയാണ് 3 ആഴ്ചത്തോളം നമ്മുടെ കോഴികളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ ഇട്ടായിരുന്നു, ഞാൻ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മളത് സെറ്റ് ചെയ്തതെന്ന്. പിന്നെ അവരുടെ ഫീഡ് നമ്മൾ ഒരു ബക്കറ്റ് എടുത്ത് മാറ്റി. പക്ഷേ നമ്മൾ 2 ബക്കറ്റിനകത്ത് 5 ഗാലൻ ബക്കറ്റ്, അതിനകത്ത് നമ്മൾ ഫീഡ് വെച്ചിട്ട് പോകും. പിന്നെ കോഴികളല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ ഇതിൻ്റെ മേലെ കൂടെ കയറി ഇറങ്ങി നടക്കുന്ന കാരണം മൊത്തം ചെളിയായിട്ടേ ഇരിക്കുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ അവർക്ക് ഓട്ടോമേറ്റഡ് ഡോറാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറകിലുള്ളതാണ് അവരുടെ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അവിടെയാണ് അവർ രാത്രിയിൽ സേഫായിട്ട് ഉറങ്ങാനിരിക്കുന്നത്. അപ്പോൾ ആ ഓട്ടോമേറ്റഡ് ഡോറും അതിൻ്റെ റാമ്പോ ഉണ്ട്. ഇതൊക്കെ പഴയ മെക്കാനിസം തന്നെയാണ്. പിന്നെ ആ ഡോർ മാത്രം ഞാനൊന്ന് ഇച്ചിരി എലവേറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെയാകുമ്പം ഇതിൻ്റെ ഇടയിൽ മൊത്തം മണ്ണും ചെളിയും ഇതിൻ്റെ കോഴി കാഷ്ടമെല്ലാം കൂടെ കയറി എന്നതാ ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ വെറുതെ ഫ്രീ ആയിട്ടൊരു ഓപ്പൺ ഡോറാണ്, അപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് ഇറങ്ങി പോകാവുന്ന പോലെ. ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്നപ്പം ഇതേലെ വേർംസിനെ കണ്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേലെ വേർംസ് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇതുണ്ടോ, വേറെ ഒരു കോൺട്രാസ്റ്റിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരെണ്ണം ഇരിപ്പുണ്ട്, വേറെ ഒരെണ്ണം കണ്ടിൻ്റെ ഇടയിലിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് മെയിൻലി നമ്മൾ ഓർഗാനിക്കായിട്ട് ഫാം ചെയ്യുമ്പോഴത്തെ ഒരു പ്രശ്നം. നമ്മൾ എന്ത് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിന് ഇതുപോലെ വേർംസും എല്ലാ പെസ്റ്റും ഇഷ്യൂസും ഉണ്ടാവും. പക്ഷേ നമ്മളത് ടൈംലി ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഈൽഡും കിട്ടും. പിന്നെ വിഷവും ഒരു സാധനങ്ങളും അടിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ മെയ് മാസത്തെ സ്പ്രിംഗ് അപ്ഡേറ്റ് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇനി മുതൽ ജൂൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് സമ്മർ ടൈം ആകും. അപ്പോൾ നല്ല ചൂടാകും ഇവിടെ. അതോടൊപ്പം തന്നെ നമുക്ക് പല വെറൈറ്റി പ്ലാന്റ്സ് ഹാർവെസ്റ്റ് ചെയ്യാനും ഉള്ള ഒരു സീസണായി തുടങ്ങുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പുതിയ ഐറ്റംസ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ടൈമും കൂടെയാണ്. കാരണം ഇത് മദേഴ്സ് ഡേ കഴിഞ്ഞിട്ടാണ് ഒരുപാട് പേര് ഇവിടെ ഈ ഒക്ലഹോമ റീജിയനിൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറേ അപ്ഡേറ്റ്സ് ഇനി ഇടുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ ഞങ്ങൾ നാട്ടിലൂടെ ട്രാവൽ ചെയ്തതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും പിന്നെ അവിടെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ക്യൂരിയസ് ആയിട്ടും ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഞങ്ങൾ വീഡിയോയിലൂടെ ഷോർട്സിലൂടെ ഇടുന്നതായിരിക്കും. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.